ഒരു 6-7 മാസം ദുരിത ജീവിതമായിരുന്നു അവിടെ. ഒരു അടിമയായിരുന്നു. അടിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അടിമയായിരുന്നു. ഒരുപാട് ജോലികളുണ്ടാവും. ചില ബാത്റൂമൊക്കെ കഴിയേണ്ടി വരും. കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ടുണ്ട്. ഇതായിരിക്കില്ല ക്യാപ്ഷൻ. ബാത്റൂം കഴുകിയ ഷമീർ മുഹമ്മദ്. അല്ല, ഞാൻ അന്നത്തെ ദിവസം തന്നെ കരിയർ അവസാനിക്കേണ്ടായിരുന്നു. കാരണം പുള്ളി ഇങ്ങനെ നിലത്തിരിക്കുക, ഭയങ്കര സൈസുള്ള ഒരാളാണ്. എഡിറ്റർ അരുൺ എന്ന പുള്ളിയുടെ പേര്. അപ്പോൾ മുകളിലൊരു ഇതിൽ ഫുഡ് ഇരിക്കുന്നത് നമുക്കിങ്ങനെ തട്ടായിട്ട് വരുമല്ലോ, സിനിമ സെറ്റിലെ ഫുഡ്. അപ്പോൾ പുള്ളി ഇരുന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഫുഡ് എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് കഞ്ഞി പുള്ളിയുടെ തലകൂടെ പോയിട്ട് പാത്രം ഇങ്ങനെ ഇരിക്കുക. ഇരുന്ന് ഉറങ്ങാൻ സ്പേസ് കിട്ടിയിൽ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറക്കം വരില്ലേ. അപ്പം കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ബാത്റൂമിൻ്റെ ഏരിയയിൽ വിരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി ഇവിടെ വരും. 2 വെഡിങ്ങൊക്കെ എഡിറ്റ് ചെയ്തിട്ട് തിരിച്ച് മറ്റേ അടുത്ത ഞായറാഴ്ച രാത്രി തിരിച്ച് കയറി പോകും. അപ്പോൾ എൻ്റെ അടുത്ത് എഡിറ്റിംഗ് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അവർ എഡിറ്റിംഗ് കണ്ട് എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അനിമേഷൻ പഠിക്കാൻ പോയപ്പോൾ അവൻ്റെ കൂടെ അവൻ പോകുന്നത് നല്ല കാര്യമാവും എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ പോകുന്നു. അവൻ ഒരു പോയിന്റ് എത്തിയപ്പോൾ അവനത് നിർത്തി വേറെ എഡിറ്റിംഗ് പഠിക്കാൻ പോയി. അപ്പോൾ ഞാൻ ഇത് നിർത്തി ഞാനും എഡിറ്റിംഗ് പഠിക്കാൻ പോയി. അപ്പോൾ അവൻ NFDCയിൽ ചേരാൻ നോക്കി. ഞാൻ ചെല്ലുമ്പോഴേക്കും അതിൻ്റെ ഡേറ്റ് തീർന്നു. അങ്ങനെ ഞാൻ വേറെ തൃശ്ശൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചു, ചേതനയിൽ. പിന്നെ വേറെ മാർഗ്ഗമില്ലുണ്ടായി, അത് വെച്ചിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയായി. കാരണം അപ്പോഴേക്കും അത്യാവശ്യം ജോലിക്ക് പോകേണ്ട പ്രായമായി. അപ്പോൾ ആദ്യം വെഡ്ഡിങ് എഡിറ്റിംഗ് തുടങ്ങി. അങ്ങനെ കുറേ വെഡ്ഡിങ്, അപ്പോഴും സിനിമ എന്ന് പറഞ്ഞ സ്വപ്നമൊന്നുമില്ല. വെഡ്ഡിങ് എഡിറ്റ് ചെയ്യുന്നു, അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ കിട്ടും. പിന്നെ ആൽബങ്ങളുടെ കാലഘട്ടം വന്നു. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒക്കെ ഒരുപാട് ആൽബങ്ങൾ, കുറേ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ ഇഷ്ടംപോലെ ആൽബം ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ ഒരു കൊല്ലം മറ്റേ നാടൻ പാട്ടിൻ്റെ ഒരു ആൽബം ഉണ്ടാവും, അതിലൊരു 7 പാട്ടുണ്ടാവും. ഭരണി പാട്ടുണ്ടാവും, അതിലൊരു 7 പാട്ടുണ്ടാവും. അതിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആൽബംസ് വന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു നൈബറുണ്ട്, ജയൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് ചെറുതായിട്ട് സിനിമയിലൊക്കെ കയറണം ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ജയൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ജയൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, കളക്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു തമിഴ് എഡിറ്ററുള്ളത്, പുള്ളിക്ക് മലയാളം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നീ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ചെന്ന് ഫസ്റ്റ് ഡേ പുള്ളിയുടെ റൂമിൽ ചെന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം തന്നെ കരിയർ അവസാനിക്കേണ്ടായിരുന്നു. കാരണം പുള്ളി ഇങ്ങനെ നിലത്തിരിക്കുക, ഭയങ്കര സൈസുള്ള ഒരാളാണ്. എഡിറ്റർ അരുൺ എന്ന പുള്ളിയുടെ പേര്. അപ്പോൾ മുകളിലൊരു ഇതിൽ ഫുഡ് ഇരിക്കുന്നത് നമുക്കിങ്ങനെ തട്ടായിട്ട് വരുമല്ലോ, സിനിമ സെറ്റിലെ ഫുഡ്. അപ്പോൾ പുള്ളി ഇരുന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഫുഡ് എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് കഞ്ഞി പുള്ളിയുടെ തലകൂടെ പോയിട്ട് പാത്രം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പുള്ളി നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, ധ്യാനിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പാത്രം പുള്ളി എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പോയിട്ട് പാത്രം ഇങ്ങനെ എടുക്കുകയും ചെയ്തു. അപ്പോൾ ബാക്കി കഞ്ഞിയും കൂടെ പുള്ളിയുടെ മുഖത്ത് കൂടെ ഇങ്ങനെ വന്നു. പുള്ളി കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഒന്നും പറഞ്ഞില്ല. എന്തോ പറയാനാ, ചൂട് എന്തോ പറയാനാ. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ നല്ല മനുഷ്യനാണ്. അങ്ങനെ പുള്ളിയുടെ കൂടെ കയറി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ പുള്ളി ആ പടം കഴിഞ്ഞിട്ട് പോയി. പുള്ളി ഒരു തമിഴ് പടം ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴും കഞ്ഞിയുടെ പിന്നൊന്നും പറഞ്ഞിട്ടില്ല, അതിനെ പറ്റിയൊന്നും പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ള വളരെ ഏറ്റവും നല്ല മനുഷ്യൻ. അങ്ങനെ ഈ പുള്ളി ചെന്നൈക്ക് പോയ സമയത്ത് അങ്ങോട്ട് വിളിച്ചു തന്നെ, പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചെല്ലുന്നു. ആദ്യത്തെ ദിവസത്തെ, കാരണം ഞാൻ അത്രയും എന്താ പറയുക, ഇത്രയും നല്ല, ഞാനാണെങ്കിൽ ചിലപ്പോൾ പിടിച്ചിരിക്കും. അതെ. അപ്പോൾ അതേപോലത്തെ ഒരാളുടെ അടുത്ത് ഞാൻ പോകുന്നത്, ഞാൻ പുറത്ത് പോയി ശീലമില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുന്നു. രാത്രിയായപ്പോൾ പുള്ളി പറഞ്ഞു സിഗരറ്റ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് എനിക്ക് ചെന്നൈ ഒന്നും അങ്ങനെ പരിചയമൊന്നുമില്ല. അങ്ങനെ ഞാൻ സിഗരറ്റ് വാങ്ങാൻ പോയി, തിരിച്ചു വന്നു. ബെല്ലടിച്ചിട്ട് ഡോർ തുറക്കുന്നില്ല. അങ്ങനെ 9 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, 12 മണിയായിട്ട് ഞാൻ ബെല്ലടിച്ചിട്ട് തുറക്കാനായിട്ട് ഞാനങ്ങനെ ഇരിക്കുക. കുറേ കഴിഞ്ഞ് വന്നപ്പോൾ വേറൊരാൾ വന്നു. അയാളും ബെല്ലടിച്ചു, തുറക്കുന്നില്ല. പുള്ളി ഒരു എഡിറ്ററാണ്, ഇപ്പോൾ ഇവിടുത്തെ വലിയ പടങ്ങളൊക്കെ ചെയ്യുന്ന എഡിറ്ററാണ് വന്നാളും. അങ്ങനെ അയാൾ ഫോൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കോളായിട്ട് വന്ന് വാല് തുറന്നു, ഒന്നും അറിയാത്ത പോലെ അകത്ത് കയറി. അപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6-7 മാസം ദുരിത ജീവിതമായിരുന്നു അവിടെ. ഒരു അടിമയായിരുന്നു. അടിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അടിമയായിരുന്നു. കാരണം അവിടെ ഒരു പട്ടിയുണ്ട്, മൈലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ പട്ടീനൊക്കെ നന്നായി സ്നേഹിച്ചാലേ ഇയാൾ നമ്മളെ നന്നായി നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇയാൾ ടോർച്ചർ ചെയ്യും. അപ്പോൾ ഞാൻ പകൽ ഈ പട്ടീനൊക്കെ നന്നായി സ്നേഹിക്കും. എന്നിട്ട് ഞാൻ കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹോളിലാണ് അവിടെ. അപ്പോൾ അവിടെ മുരുകൻ എന്നൊക്കെ പറഞ്ഞൊരു അസിസ്റ്റൻ്റ് ഉണ്ട് പുള്ളിയുടെ. ഞാനും മുരുകനും കൂടെ ഈ ഹോളിൽ എടുക്കും. അപ്പോൾ ഈ പകൽ ഈ പട്ടീനെ സ്നേഹിച്ചുകൊണ്ട് പട്ടി രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ സ്നേഹിക്കും. നന്നായി ഉറങ്ങി വരും, ഒറ്റ നിൽക്കാം ഇവിടെ നിന്നിട്ട്.
അപ്പോൾ നമ്മൾ എണീക്കും. പക്ഷേ പട്ടിനൊന്നും ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ പ്രശ്നമാകും. ഓക്കെ. അങ്ങനെ അതൊരു ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം അവിടെ എങ്ങനെ വെച്ചാൽ ഈ സെക്കൻഡ് സൺഡേ വർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ സെക്കൻഡ് സൺഡേ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം കിടന്ന് ഉറങ്ങുമായിരുന്നു. ഓക്കെ. പക്ഷെ അവിടെ പോയതിന് ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ സിനിമകൾ കണ്ടു തുടങ്ങിയത് അവിടെ നിന്നാണ് ഒരുപാട്. കാരണം അതുവരെ അങ്ങനെ ഇല്ലില്ല, ഇത്രയും ഈ പല പുറത്തത്തെ ഭാഷയിലത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പുള്ളി ഇവർക്കധികം പടങ്ങളുമില്ല, പക്ഷേ ഇയാൾക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, 23 സ്റ്റുഡിയോസ് ഉണ്ട്. അവിടെ കുറേ എഡിറ്റേഴ്സ് വന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഒരുപാട് ജോലികളുണ്ടാവും. ചില ബാത്റൂമൊക്കെ കഴുകേണ്ടി വരും. കഴുകിയിട്ടുണ്ട്? കഴുകിയിട്ടുണ്ട്. ഇതായിരിക്കില്ല ക്യാപ്ഷൻ. ബാത്റൂം കഴുകിയ ഷമീർ മോഹൻ. അല്ല, അങ്ങനെ ആ സമയത്ത് എങ്ങനെയാ വെച്ചാൽ ഞാൻ പൈസ ഉണ്ടാവില്ല കാര്യമായിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാ വെച്ചാൽ ശനി ഞായറും നാട്ടിലേക്ക് വരും. ഇവിടെ വന്നിട്ട് 2 വെഡിങ് 3 വെഡിങ് എഡിറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം തിരിച്ച് കയറി പോകും അങ്ങോട്ട്. അടുത്ത ക്യാപ്ഷൻ തരാം. മറ്റേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ടിക്കറ്റ് കിട്ടില്ല ചെന്നൈയിൽ നിന്ന്, സ്പോട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഇരുന്ന് ഉറങ്ങാൻ സ്പേസ് കിട്ടില്ല, ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറക്കം വരില്ലേ. അപ്പം കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ബാത്റൂമിൻ്റെ ഏരിയയിൽ വിരിക്കും. വിരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി ഇവിടെ വരും. 2 വെഡിങ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് തിരിച്ച് മറ്റേ അടുത്ത ഞായറാഴ്ച രാത്രി തിരിച്ച് കയറി പോകും അങ്ങോട്ട്. ബാത്റൂമിൽ കിടന്നുറങ്ങി? ബാത്റൂമല്ല, ബാത്റൂമിൻ്റെ സൈഡ്. അല്ല, ബാത്റൂം നട്ടിക്കുന്ന ക്യാപ്ഷൻ ഇടരുത്. അപ്പോൾ ഇതിൽ തന്നെ ക്യാപ്ഷൻ ഇടരുത്, ഒരിക്കലും എന്നെ വിശ്വസിക്കുക. അങ്ങനെ ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. കാരണമുണ്ട് ഞാനിത് ചോദിക്കാൻ തന്നെ കാരണം, ഇന്ന് കമൻസ് നിറയെ ഷമീർ മുഹമ്മദ് എഡിറ്റർ പൊളി, സന്തോഷം തന്നെ കേട്ടോ നമുക്ക്. പക്ഷേ പൊട്ടി വീണ് മുളച്ചതല്ല, ആണോ? അല്ല അങ്ങനെ ഒരു സെക്കൻഡ് സൺഡേ ഇതേപോലെ തന്നെ ഞാൻ ഉറങ്ങുമായിരുന്നു. അവിടെ കിടന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് എന്തോ ഒരു ചക്ക വീണ പോലെ പുറത്ത്. ഞാൻ നോക്കുന്ന സമയത്ത് ഇയാൾ ഹെൽമെറ്റ് വെച്ച് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. നല്ല വേദന എടുത്തു. നമുക്ക് ഉറങ്ങുന്ന സമയത്ത് ഒരു സാധനം അടിയിട്ട് കഴിഞ്ഞാലേ. അടിക്കാനുള്ള കാരണം ഉറങ്ങിയതിന് ഞാൻ മറ്റേ എന്താ പറയുക, സിനിമ കാണുന്നൊരു റൂമുണ്ടല്ലോ, പുള്ളി ഡൗൺലോഡൊക്കെ ചെയ്യുന്നത്, ആ റൂമിൽ കിടന്ന് ഉറങ്ങി. അപ്പോൾ അവിടെ AC ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിലത്തെ ചൂടെന്നൊന്നും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. രാത്രി ഉറങ്ങാനും പറ്റില്ല, കാരണം നല്ല ചൂട്ടത്ത് ഹോളിൽ എടുക്കുന്നത്. ഉറങ്ങി വരുമ്പോൾ പട്ടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ പകൽ ഈ പുള്ളി പോയ ക്യാപ്പിൽ കിടന്ന് ഉറങ്ങിയതാണ്, നല്ല അടി കിട്ടി. അന്ന് ഞാൻ അത് നിർത്തിപ്പോന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ വേറൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, കിഷോർ അല്ല, അവൻ്റെ പേര് ഗണേഷ്. ഗണേഷ് പിന്നീട് എന്നെ വിളിച്ചിട്ട് കിഷോർ എന്ന് പറഞ്ഞ എഡിറ്ററുടെ കൂടെ ഒരു അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പോയി അങ്ങോട്ട്. അതാണ് ആടുകളും അങ്ങനത്തെ പടങ്ങളൊക്കെ വർക്ക് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്ന് ഗ്രാൻഡ് മാസ്റ്റർ, അങ്ങനെ മൊയ്തീൻ വരെ സ്പോട്ട് എഡിറ്റ് ചെയ്തു. ഈ അടിച്ചതിന് ശേഷം എന്തോ സംഭവിച്ചേ? ഞാൻ ഇറങ്ങി പോന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ അവിടെ നേരെ പോകുന്നു, ഒന്നും പറയാണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് പോരാൻ നിൽക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് സാബു എന്നൊക്കെ പറഞ്ഞൊരു എഡിറ്റർ ഉണ്ട്, പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. പുള്ളിയൊക്കെ എന്നെ ഉപദേശിക്കും, നിൽക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഇതാണെന്നൊക്കെ പറയും. അങ്ങനെ പക്ഷേ ഇതൊരു പരിധി കൂടുതൽ ആക്രമണമായിപ്പോയി. പിന്നെ ഞാൻ നിർത്തി അവിടെ നിന്ന്.